അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ തിരുദൂതരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല നിക്ഷേപങ്ങൾ ഏതാണ്? ഈ ലോകത്തെ വിജയത്തിനും നാളെ പരലോകത്തേക്കുള്ള കരുതിവെപ്പിനുമായി എനിക്ക് ഉപകരിക്കുന്ന ഏറ്റവും നല്ല നിക്ഷേപങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുന്നത് കാണാം. ഒന്ന്, ദിക്റ് ചൊല്ലുന്ന നാവാണ്. അള്ളാഹുവിന് സദാ ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നാവ്. ദിക്റുകളുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണമുണ്ട്, സ്വലാത്തുണ്ട്, തസ്ബീഹുണ്ട്, തഹ്ലീലുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ദിക്റുകൾ, ഹദ്ദാദ് അടക്കമുള്ള റാത്തീബുകൾ, ഇങ്ങനെ മൗലിദ് ഷരീഫുകൾ, നല്ല മദ്ഹ് പാരായണങ്ങൾ, ഇൽമ്, ഇതെല്ലാം ദിക്റിൻ്റെ പരിധിയിൽ വരുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെ സദാസമയവും അള്ളാഹുവിൻ്റെ ദിക്റിലായി ചലിച്ചുകൊണ്ടിരിക്കുന്ന, നനഞ്ഞുകൊണ്ടിരിക്കുന്ന നാവ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്, ശുക്റുള്ള, നന്ദിയുള്ള ഹൃദയം, കൽബ്. ഇത് രണ്ടും, പറയാൻ പോകുന്ന മൂന്നും എല്ലാം ഏറെ പ്രാധാന്യമേറിയതാണ്. നമ്മൾ നന്ദി കെട്ട അടിമകളാകാൻ പാടില്ല. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ എത്രയെത്ര സുഹൃതങ്ങളാണ്, അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ളത്. നമ്മുടെ ശാരീരികമായ പ്രത്യേകതകളിലേക്ക്, അതിൻ്റെ ഉപയോഗക്രമങ്ങളിലേക്ക് ഒക്കെ നോക്കൂ നിങ്ങൾ. നമുക്ക് നൽകിയ ആരോഗ്യവും ആയുസ്സും, നമുക്ക് നൽകിയ അവസരങ്ങളും ഭൗതിക സംവിധാനങ്ങളും ഭക്ഷണങ്ങളും വായുവും വെള്ളവും വെളിച്ചവും, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് നിഅമത്തുകൾ. വിശുദ്ധ ഖുർആൻ ഷരീഫ് തന്നെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന്. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ശുക്ർ ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ശുക്ർ ചെയ്യുന്നതിനനുസരിച്ച്, നന്ദി ചെയ്യുന്നതിനനുസരിച്ച് അസീദന്നക്കും, അള്ളാഹു താല നിങ്ങൾക്ക് നൽകുന്നത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിൽ വലിയ ബറക്കത്തും റഹ്മത്തും വലിയ വിജയങ്ങളും അള്ളാഹു നമുക്ക് വീണ്ടും വീണ്ടും തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ശുക്ർ ചെയ്യുന്ന ഹൃദയം എന്നത് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യമാണ്. നമ്മളൊരിക്കലും നന്ദി കെട്ട ആകാൻ പാടില്ല. നല്ല ആരോഗ്യമുള്ള സമയത്ത്, നമുക്ക് നല്ല ക്ഷേമമുള്ള സമയത്ത്, ഐശ്വര്യമുള്ള സമയത്ത്, അഭിവൃദ്ധിയുള്ള സമയത്ത് നമ്മൾ അള്ളാഹുവിനെ നന്നായി ഓർക്കുകയും, അല്ലെങ്കിൽ ആ സമയത്ത് മാത്രം നമ്മൾ അതിലൊക്കെ അഭിരമിച്ച് നടക്കുകയും, പിന്നീട് എന്തെങ്കിലുമൊക്കെ ശോഷണം സംഭവിക്കുമ്പോൾ നാം നേരെ തിരിച്ചു പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറാൻ പാടില്ല. അല്ലെങ്കിൽ നന്ദി കെട്ട രീതിയിലേക്ക് അള്ളാഹുവിനെ തെറി പറയുന്ന, അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്ന, എന്തു പടച്ചവൻ എന്ന ഒരു നിഷേധാത്മക നിലപാട് നമുക്കുണ്ടാകാൻ പാടില്ല. മൂന്നാമത് പറയുന്നത്, തൻ്റെ ഭർത്താവിനെ എല്ലാവിധ നന്മകളിലും ഇസ്ലാമികപരമായ കാര്യങ്ങളിൽ, വിജയങ്ങളിൽ കൂടെ നിൽക്കുന്ന ഭാര്യ എന്നതാണ്. ആദർശപരമായി നല്ല ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുന്നതോടൊപ്പം ഭർത്താവിൻ്റെ ആദർശങ്ങളോട് താദാത്മ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പോസിറ്റീവായ കാര്യങ്ങളിൽ, നല്ല കാര്യങ്ങളിൽ, നന്മകളിൽ തൻ്റെ ഭർത്താവിനോട് ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സ്വാലിഹത്തായ സദ്വൃദ്ധയായ ഭാര്യ. ഇത് മൂന്നും ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻ്റാണ് എന്ന് തിരു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് ഈ മൂന്ന് സുഹൃതങ്ങളും നിലനിർത്താനും അനുഭവിക്കാനും അതുകൊണ്ട് വിജയിക്കാനും കരുതിവെപ്പാക്കാനും തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.